രാജകുമാരനെയും ബൃഹന്നളയെയും രാജധാനിയിലേക്ക് കൊണ്ടുവരുവാൻ വിരാട രാജാവ് കൽപ്പിച്ചുവെങ്കിലും ബൃഹന്നളയെ അകത്തേക്ക് കൊണ്ടുവരരുതെന്ന് ദ്വാരപാലകനോട് യുധിഷ്ഠിരൻ പറഞ്ഞു. കാര്യം, രക്തമൊലിപ്പിച്ചു നിൽക്കുന്ന തന്നെ കണ്ടാൽ പിന്നെ ബൃഹന്നള എന്ന അർജുനൻ എന്താണ് ചെയ്യുന്നതെന്ന് നിശ്ചയമില്ല. യുധിഷ്ഠിരന്റെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ടാൽ ബൃഹന്നള സഹിക്കുമോ? അങ്ങനെ ഉത്തരൻ മാത്രം അകത്തുവന്ന് രാജാവിനെ വന്ദിച്ചു, ഒപ്പം കങ്കബ്രാഹ്മണനെയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ട് ഉത്തരൻ അച്ഛനോട് അതേപ്പറ്റി ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇവനെ ഉപദ്രവിച്ചത്. വീരനായ നിന്നെ ഞാൻ പുകഴ്ത്തിപ്പറയുമ്പോൾ ഇവൻ ആ ബൃഹന്നളയെ പുകഴ്ത്തുന്നു. അതെനിക്ക് സഹിച്ചില്ല. ഇത് കേട്ട് ഉത്തരൻ പറഞ്ഞു, പിതാവേ, അങ്ങ് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഉടനെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. പുത്രന്റെ വാക്കുകൾ കേട്ട് വിരാട രാജാവ് കങ്കബ്രാഹ്മണൻ എന്ന യുധിഷ്ഠിരനോട് ക്ഷമ ചോദിക്കുന്നു. കങ്കൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ രക്തം ഭൂമിയിൽ വീണിരുന്നുവെങ്കിൽ വലിയ നാശം സംഭവിച്ചേനെ.